പമ്പുകാർക്ക് ഇതിനകത്ത് എന്താ റോളുള്ളത്? പെട്രോൾ പമ്പുകളിൽ വില ഓരോ ദിവസവും രാവിലെ ഞങ്ങളുടെ മൊബൈലിൽ വരും. യുവർ റീറ്റെയിലിംഗ് സെല്ലിംഗ് പ്രൈസ് ഈസ് ദിസ് മച്ച്. അതാരാ അയക്കുന്നത്? അത് കമ്പനികൾ നേരിട്ട് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല. എന്ത് കമ്പനി പറയുന്നോ ഓരോ സ്ഥലത്തും ഇപ്പൊ തിരുവനന്തപുരത്ത് ഇവിടേക്കാൾ 2 രൂപ വില കൂടുതല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടുന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കൊണ്ടാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് ഇരുമനത്തു നിന്ന് വണ്ടി ഓടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കാരണമാണ് ഈ 2 രൂപ അധികം വരുന്നത്. അപ്പൊ ഇതിനകത്ത് പെട്രോൾ പമ്പുകാർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഈ വില ഇങ്ങനെ അടിക്കടി കൂടുമ്പോ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്നല്ലേ അങ്ങനെ ഒരു അഭിപ്രായം? ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്. 116 രൂപ 1 ലിറ്റർ പെട്രോളിന് ഇന്ന് വിൽക്കുമ്പോൾ നയാറ പമ്പിൽ 119 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ടോ? നയര പമ്പ് ഇപ്പൊ നമ്മുടെ പൊതുമേഖലാ ഓയിൽ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, BPCL ഈ 3 ഓയിൽ കമ്പനികളെ അപേക്ഷിച്ച് നയര കമ്പനി 5 രൂപയും റിലയൻസ് ജിയോ 3 രൂപയും കൂട്ടിയാണ് വിൽക്കുന്നത്. അല്ല, അതെങ്ങനെ അവർക്ക് മാത്രം ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അതായത് ഇപ്പോഴത്തെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലിറ്റർ പെട്രോൾ വിൽക്കാതിരുന്നാൽ കമ്പനിക്ക് ലാഭം. അങ്ങനെ അവസ്ഥ ലാഭം. അപ്പം എക്കണോമിക്സ് എന്താണ് അതിന്റെ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിനുണ്ടായിരിക്കുന്ന വില വർധനയ്ക്കനുസരിച്ചിട്ട് ഇതിന്റെ പർച്ചേസിങ് വില, മാനുഫാക്ചറിങ് കോസ്റ്റ് ഭയങ്കരമായി കൂടി. അടുത്ത കാലത്ത് നമ്മൾ 2 വർഷവും പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും ടാക്സ് 10 രൂപ കൊണ്ട് കുറച്ചു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന എക്സൈസ് ഡ്യൂട്ടിയിൽ 10 രൂപ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇദ്ദേഹം പറഞ്ഞ മറുവശം പറയുമ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അധികാരത്തിൻ്റെ സമയത്ത് ക്രൂഡിന് വില $130 ആ സമയത്ത് ഒരു വർഷം 1,26,000 കോടി രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആ ഗവൺമെൻറ് വിലയെ നിയന്ത്രിച്ചത്. ഇപ്പോഴത്തെ അല്ലാതെ ഈ പുതിയ കാലത്ത് ബുദ്ധിപരമാണോ അങ്ങനെ ഒരുപാട് സബ്സിഡി കൊടുത്ത് വില നിയന്ത്രിക്കുന്നത്? ഇപ്പൊ നാട്ടുകാർക്ക് നാളെ ഇപ്പോൾ സത്യം പറഞ്ഞാല് നിലവിലുണ്ടായിരുന്ന വിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ടാക്സിൽ വർധന കുറവ് വരുത്തിയില്ലായിരുന്നെങ്കിൽ ഡീസലിന്റെ വില 125 രൂപയിലെത്തിയേനെ. ഇപ്പോഴും ഒരു കാര്യമാണ് മറക്കണം, KSRTC അടക്കമുള്ള ബൾക്ക് കൺസ്യൂമേഴ്സിന് നേരത്തെ സ്വകാര്യ മാർക്കറ്റിൽ മിസ്റ്റർ SKN ഞാനും ഒക്കെ അടിച്ചിരുന്ന ഡീസലിനേക്കാളും 15 രൂപ വില കുറച്ചാണ് അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു. ഇന്ന് അവർക്ക് കൊടുക്കുന്ന ഡീസലിന്റെ വില 125 രൂപയ്ക്ക് മുകളിലാണ്. ബൾക്ക് കൺസ്യൂമറിന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്ന് പറയും, അവർക്ക് കൂടുതലാണ്. അപ്പൊ ഇതിനകത്ത് ഇനിയും അങ്ങനെ ഒരു പ്രഡിക്ഷനില് ഇനിയും വില കൂടി പോകാനായിരിക്കും സാധ്യത. ഇപ്പൊ ഇന്നലത്തെ ക്രൂഡിന്റെ വില ഇന്നലെ നമ്മൾ തുടങ്ങുമ്പോൾ $91 ആയിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുകയായിരുന്നു, വീണ്ടും കൂടി. രാവിലെ ട്രംപ് എന്തെങ്കിലും പറയും, അപ്പൊ 3 രൂപ എന്തെങ്കിലും കൂടും. വൈകുന്നേരം അദ്ദേഹം പറയും സീസ് ഫയർ എന്ന് പറയുമ്പോൾ $5 കുറയും. ഇത് മാത്രമല്ല, അദ്ദേഹം ഉല്ലാസ് ബാബു പറഞ്ഞ മാതിരി ഈ ഒരു മനുഷ്യന്റെ വായ്ത്താരി ലോക വില നിലവാരം മാറുന്ന ഒരു പുതിയ പ്രതിഭാസമായി പോകും. അതെ. ഇതുകൊണ്ട് ഇത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ആർക്കും ഒരു നിശ്ചയം. ഞങ്ങൾ കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, പക്ഷെ ഇവിടത്തെ ഞങ്ങളൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഈ പെട്രോൾ പമ്പുകൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഇത്രേ വിൽക്കാൻ പാടുള്ളൂ. ആൾക്കാർക്ക് അങ്ങനെ നിയന്ത്രണമുണ്ട്. അതായത് വിതരണം ചെയ്യുന്നത് എങ്ങനെയൊക്കെ 1 ലിറ്റർ കുറച്ച് വിൽക്കാൻ പറ്റുമോ അത് കുറയ്ക്കണം. മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ഓൾ ടൈം ഹൈ എത്രയായിരുന്നോ അതിനേക്കാളും നിശ്ചിത ശതമാനത്തിലപ്പുറത്ത് കൂടാൻ പാടില്ല.